ഹലോ ഡിയർ ജൂനിയേഴ്സ്, വെൽക്കം ബാക്ക് ടു കിഡ്സ് ക്രോണിക്കിൾ. ഇന്ന് നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് പഠിച്ചാലോ? അതെ, നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? എന്തായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രത്യേകത? ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 15-ാം തീയതി അദ്ദേഹത്തിന്റെ 75-ാം ചരമ വാർഷികമായിരുന്നു. 1875 ഒക്ടോബർ മാസം 31-ാം തീയതി ഗുജറാത്തിലെ നാദിയാദ് എന്ന പ്രദേശത്ത് ജാവേർ ഭായ് പട്ടേലിന്റെയും ലബ്ദ പട്ടേലിന്റെയും മകനായിട്ടാണ് പട്ടേൽ ജനിക്കുന്നത്. 1928 നടക്കുന്ന ബർദോളി സത്യാഗ്രഹത്തിലൂടെയാണ് അദ്ദേഹത്തിന് സർദാർ എന്ന നാമം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് അല്ലെ. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു ടൈറ്റിൽ അയൺ മാൻ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 600ഓളം നാട്ടുരാജ്യങ്ങള് ചിന്നിച്ചിതറിക്കിടന്ന നാട്ടുരാജ്യങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും അതുപോലെ ആദ്യത്തെ ഹോം മിനിസ്റ്ററുമായിരുന്നു. ഇത്രത്തോളം ഡൈവേഴ്സിറ്റിയുള്ള നമ്മുടെ രാജ്യത്തെ പല പ്രദേശങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമം കൊണ്ടുമാണ്. അതുപോലെ നമുക്കും അദ്ദേഹത്തെ പോലെ കഠിനാധ്വാനവും നിരന്തര ശ്രമത്തിലൂടെയും വിജയിക്കാൻ സാധിക്കട്ടെ. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് നാളെ കാണാം. See you.